ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു തുർക്കിഷ് ബ്രെഡും അതുപോലെ ക്രീമി ഗാർലിക് ചിക്കനുമാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആവശ്യമുള്ള ചിക്കൻ എടുത്ത് അതിലേക്ക് കുറച്ച് കുരുമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ വെച്ച് അതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിലേക്ക് വീണ്ടും ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ അതിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഫ്രൈ ആക്കിയെടുക്കാം. ആ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് ഒന്നും കൂടി നമുക്ക് അത് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് ക്രീം ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് ക്രീമാണ് ഞാൻ ചേർത്തത്. ഏതെങ്കിലും കുക്കിംഗ് ക്രീം ചേർത്താൽ മതി. അതൊന്ന് മിക്സാക്കി എടുത്ത് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഫ്രൈ ചെയ്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ക്രീമി ചിക്കൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മല്ലിയിലൊക്കെ ചേർത്ത് ഇതുപോലെ പെട്ടെന്നാക്കിയെടുക്കാം. പിന്നെ അതിന് വേണ്ടി ഞാൻ കഴിക്കാൻ തുർക്കിഷ് ബ്രെഡാണ് ഉണ്ടാക്കിയത്. 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് 3/4 കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ അതൊന്ന് ആക്റ്റീവ് ആവാൻ വെക്കുക. അതിനുശേഷം 3/4 കപ്പ് പാലും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. 3 കപ്പ് മൈദയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത്. അതൊന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നമുക്കതിലേക്ക് ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായി കുഴച്ചെടുത്ത് ഒരു 1.5-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതൊന്ന് പൊന്തി വന്നതിന് ശേഷം നമുക്കിതുപോലെ ഓരോന്നാക്കി പരത്തിയെടുക്കാം. നല്ല തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം. ഇതുപോലെ തിക്കായി പരത്തിയെടുത്ത് അത് നമുക്ക് ചുട്ടെടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അത് നമുക്ക് ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും ചില്ലി ഫ്ലെക്സും മല്ലിയിലയും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റ് ബ്രെഡാണ്. അതുപോലെ നല്ല ടേസ്റ്റിയായ ക്രീമി ചിക്കൻ കറിയുമാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഡിന്നറാണ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ബ്രെഡാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.